ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ കൂടുതലും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് പി സി ഒ ഡി. പി സി ഒ ഡിനെ സംബന്ധമായിട്ട് ഇപ്പോൾ പീരീഡ്സ് റെഗുലർ ആവാനും അതുപോലെ തന്നെ ഈ വന്ധ്യത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വന്ന ആൾക്കാരിൽ അത് ക്യൂർ ചെയ്യാനും എന്താണ് മാഡത്തിന് ഇൻഫോർമേഷൻ തരാനുള്ളത്? ഞാൻ ഡോക്ടർ രാധിക സതീശൻ. ഞാൻ വൈദ്യരത്നം ആയുർവേദ ഫൗണ്ടേഷനിലെ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് പി സി ഒ ഡി ആണ്. പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഫസ്റ്റ് ടൈം മെൻസസ് ആയിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ റിപ്രൊഡക്റ്റീവ് ഏജ് കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ പി സി ഒ ഡിനെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പി സി ഒ എസ് എന്നാണ് പറയുക. ഈ പി സി ഒ എസ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നാണ് പറയുക. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ കൂടിച്ചേരുന്നതാണ്, സിംറ്റംസ് കൂടിച്ചേരുന്നതാണ് ഒരു സിൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പോൾ പി സി ഒ എസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഇതൊരു ഹോർമോണൽ ഇറഗുലാരിറ്റിയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ എൻഡോക്രൈനൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് ആണ് ഈ പി സി ഒ എസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ മെയിൻലി നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് എനോവുലേഷൻ. എനോവുലേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കായിക വരിക, അതാണ് എനോവുലേഷൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാവാനായിട്ട് ബുദ്ധിമുട്ട് വരും, ഇൻഫെർട്ടിലിറ്റി വരും. പിന്നെ അതേപോലെ തന്നെ മെൻസസിന്റെ ഉള്ള ഇറഗുലാരിറ്റി. ചിലപ്പോൾ എന്താ വെച്ചാൽ 2 മാസം കൂടുമ്പോൾ മെൻസസ് ഉണ്ടാവുക, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ മെൻസസ് ഉണ്ടാവുക. എമെനോറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, മെൻസസ് ഇല്ലാത്തൊരവസ്ഥ കുറേ കാലം നിൽക്കുക എന്നുള്ളൊരു പ്രോബ്ലം വരും. പിന്നെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഇഷ്യൂസ് ആണ്. അതായത് ചിലപ്പോൾ വളരെ സ്കാൻറ്റി ബ്ലീഡിങ് ആവാം, അതായത് വളരെ കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവാം. ചിലപ്പോൾ ഭയങ്കര ബ്ലീഡിങ് കൂടുതലായിട്ട് വരാം, അതായത് ഒരു 4 ദിവസം 10 ദിവസമൊക്കെ ബ്ലീഡിങ് സിവിയറായിട്ട് ക്ലോട്ടോട് കൂടി സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് വരാം. പിന്നെ ചിലപ്പോൾ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് ഒക്കെ വരാം, അതായത് ഒരു മെൻസസ് കഴിഞ്ഞ് അടുത്ത മെൻസസിന്റെ ഇടയിലുള്ള ബ്ലീഡിങ്. അത്തരം ബ്ലീഡിങ് ഇഷ്യൂസ് ഒരുപാട് ഇതിൽ വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് സിംറ്റമാറ്റിക് ആയിട്ട് കാണാം. അതിന്റെ കൂടെ തന്നെ എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും, അതായത് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം, അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം. അതേപോലെ തന്നെ ആക്നെ, നമ്മുടെ മുഖക്കുരു വരാം. പിന്നെ ഹെർസൂട്ടിസം എന്ന് പറയും, ഹെയർ ഗ്രോത്ത് നമ്മുടെ ബോഡിയിലും അതേപോലെ തന്നെ എസ്പെഷ്യലി നമ്മുടെ ഫേസിലും ഹെയർ ഗ്രോത്ത് എക്സസീവ് ആയിട്ട് കാണാം. ഇത്തരം കാര്യങ്ങൾ കൂടിച്ചേരുന്നതാണ് പി സി ഒ എസ് എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി എന്താ വെച്ചാൽ, ഒരു കോമൺ മാൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഓവറിയുടെ അകത്ത് പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടക്കായക കൊണ്ട് കുരുക്കൾ ഉണ്ടാവുക, ചെറിയ ചെറിയ കുരുക്കൾ, സിസ്റ്റുകൾ ഫോം ചെയ്യുക. അതാണ് ബേസിക്കലി പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന്. അപ്പം ഇതുകൊണ്ട് ഇത് നമ്മളുടെ എൻഡോക്രൈനൽ പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടാകുന്നത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചസ്, അതേപോലെ ഫുഡിൽ വരുത്തേണ്ട ചേഞ്ചസ്, എക്സസൈസ് കൃത്യമായിട്ട് ഇല്ലായ്ക കൊണ്ട്, ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കലി നമ്മളുടെ ഒരു സ്ത്രീരോഗം എടുത്തു കഴിഞ്ഞാൽ മിക്ക കണ്ടീഷൻസിനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് നമുക്കറിയാം ഫാസ്റ്റ് ഫുഡാണ്. എല്ലാവരും പെട്ടെന്ന് കഴിച്ചു പോകണം എന്നുള്ളൊരിതിൽ പലതരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്, എസ്പെഷ്യലി മൈദ അധികമായിട്ട് ചേരുന്ന സാധനങ്ങൾ. അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, അതായത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ കൂടുതലും സാധനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുപോവുക എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ അച്ചാറ്, ഉപ്പിലിട്ടത്, ഉണക്കമീൻ മുതലായിട്ടുള്ള ഉപ്പിൻ്റെയും എരിവിൻ്റെയും അംശം കൂടുതലായിട്ടാണ് ഇന്നത്തെ ആൾക്കാർ കഴിക്കുന്നത്. അല്ലെങ്കിൽ കഴിക്കുന്നത് ഷുഗറാണ്. ഷുഗറും എക്സസീവായിട്ട് എടുക്കും, അല്ലെങ്കിൽ ഉപ്പും പുളിയും അതെല്ലാം എരിവും എല്ലാം വളരെ അധികമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം നന്നായിട്ട് കുറയ്ക്കുക. അതേപോലെ തൈര് എപ്പോഴും നല്ലതാണ്, ദേഹത്തിന് എപ്പോഴും നല്ലതാണ് തൈര്. പക്ഷേ എന്താ കാരണം, നമ്മളത് തൈര് എപ്പോഴും സ്ഥിരം യൂസ് ചെയ്യണത് നല്ലതല്ല. പകരം നമുക്ക് മോര് ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. മോര് എന്ന് പറഞ്ഞാൽ തൈരിന്ന് വെണ്ണ കംപ്ലീറ്റ്ലി മാറ്റിയെടുത്തിട്ടുള്ള മോര്, അത് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. തൈര് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കാവുന്നതാണ്, സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുക. പിന്നെ അതേപോലെ എക്സസൈസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യണം. ഈ എക്സസൈസ് ഇത്രയും സ്ട്രെസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇന്ന് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് അല്ലാത്ത, ഫിസിക്കൽ ആക്ടിവിറ്റി തീരെ ഇല്ലാത്ത ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. ഈവൻ കുട്ടികളുടെ കാര്യത്തിൽ പോലും നോക്കിയാൽ അറിയാം സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അവർ വരും, പഠിക്കും, അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിലോ ഫോണിലോ ഇരുന്ന് കളിക്കും, അത്രേ ഉള്ളൂ. അവർ പുറത്തിറങ്ങി കളിക്കലോ അങ്ങനത്തെ കാര്യങ്ങളോ ഇല്ല. അത് കാരണമാണ് നമ്മൾ
എക്സസൈസ് വളരെയധികം സ്ട്രെസ് ചെയ്യണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് എക്സസൈസസ് ചെയ്യുക. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താലും മതി. അതേപോലെ തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചസ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ പല കുട്ടികളും വെള്ളം സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും അത് കുടിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടായ കാരണമാണ്. നമ്മൾ കൃത്യമായിട്ട് യൂറിനേറ്റ് ചെയ്യണം. നമ്മൾ ഈ യൂറിനേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് അപാനവായുടെ വൈഗുണ്യം ഉണ്ടാവും. നമ്മൾ യൂറിനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ അപാനവായുടെ വൈഗുണ്യമാണ് പലപ്പോഴും നമ്മളുടെ സ്ത്രീ രോഗത്തിലും അതേപോലെ മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ ഒരു ബേസിക് കാരണം. അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും മൂത്രം ഒഴിക്കുക, അതേപോലെ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കാം. ഇന്നറിയാം നമുക്ക് കൂട്ടാൻ എടുക്കുകയാണെങ്കിൽ കഷ്ണം കഴിക്കില്ല, അതിൻ്റെ വെള്ളം മാത്രം കോരിയെടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് വെജിറ്റബിൾസും നന്നായിട്ട് ഫ്രൂട്ട്സും അതേപോലെ ബേക്കറി സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ ചിക്കൻ, മട്ടൺ, ബീഫ്, പോർക്ക് എന്നൊക്കെ പറയുന്ന ഈ റെഡ് മീറ്റ് അതൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ കുറയ്ക്കേണ്ടതാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് PCOD വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇനി PCOD വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആയുർവേദത്തിൽ വളരെ നല്ല ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. കിടത്തി ചികിത്സകളും അതേപോലെ മെഡിസിൻസും ഇൻറ്റേർണൽ മെഡിസിൻസും നമുക്ക് അവൈലബിൾ ആണ്. അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. ഒരിക്കൽ PCOS വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കംപ്ലീറ്റ്ലി എടുത്ത് കളയാൻ പറ്റുന്ന ഒരു അസുഖമല്ല PCOS. പക്ഷെ അതിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പം അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റുകളുടെ കൂടെ ഈ ലൈഫ് സ്റ്റൈലിലും എക്സസൈസും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഫലം കിട്ടും. പിന്നെ മാഡം ഈ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ മെൻസ്ട്രൽ ഹൈജീനെ പറ്റിയിട്ട് എന്താ? അതെ, ഇന്നത്തെ കാലത്ത് കാര്യം എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ഒരു അറിവില്ല ഈ മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ച്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു മറ്റേ കൊറോണ വന്നതിൻ്റെ ശേഷം നമുക്ക് മെൻസ്ട്രൽ കപ്പ് ഭയങ്കരമായിട്ട് അതെ എല്ലാവർക്കും ഫെമിലിയർ ആണ്. എല്ലാവരും ഇപ്പം അതിൻ്റെ പിന്നാലെയാണ് ഓടുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ മെൻസ്ട്രൽ കപ്പ് അധികമായിട്ട് ഉപയോഗിക്കുന്നതും നല്ലതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന സാധനമാണ് ഒരു സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്നത്. ഈ സാനിറ്ററി നാപ്കിൻ നമ്മൾ മലയാളികളാണ്. അപ്പം നമ്മൾ പിശുക്കന്മാരെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പിശുക്കന്മാരാണ്. അപ്പം അതുകൊണ്ട് ഈ സാനിറ്ററി നാപ്കിൻ വെറ്റായില്ലെങ്കിൽ കൂടെ നമ്മളത് വെറ്റായില്ലെങ്കിൽ നമ്മൾ ഫുൾ ഡേ ചിലപ്പോൾ ഒരു 12-24 മണിക്കൂർ വരെ വയ്ക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇൻഫെക്ഷൻ കോസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ രക്തം കട്ട പിടിക്കാനായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ട്. ഇത് ആ അടിഭാഗത്തുള്ള ആ ഒരു ഏരിയനെ ഭയങ്കര സെൻസിറ്റീവ് ആക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 6 മണിക്കൂർ അതിൽ കൂടുതൽ നമ്മൾ ഒരേ പാഡ് തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അതിലൊന്നും ആയിട്ടില്ലെങ്കിലും കൂടി അത് കളഞ്ഞ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതാണ്. ഏറ്റവും നല്ലൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഹെവി ബ്ലീഡിംഗ് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ പാഡ് യൂസ് ചെയ്യാം, സാനിറ്ററി പാഡ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അധികം ഹെവി ബ്ലീഡിംഗ് ഇല്ല, വെറും സ്പോട്ടിങ്ങേ ഉള്ളൂ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാവും എന്നുള്ള പേടിയാണ്, അത്തരം കണ്ടീഷൻസിലൊക്കെ നമുക്ക് കോട്ടൺ പാഡുകൾ യൂസ് ചെയ്യാം. അതായത് തുണി കൊണ്ടുണ്ടാക്കിയ പാഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. അത് വളരെ നീറ്റാണ്. പിന്നെ അതേപോലെ തന്നെ അടിഭാഗത്തുള്ള മുടി വളർച്ച, ഈ മുടി വളരുന്നത് നമ്മൾ കൃത്യമായിട്ട് റേസർ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രീം എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് നമുക്കത് കളയണം. അതെന്താ കാരണം വെച്ചാൽ നമ്മൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചാൽ പോലും നനവ് അവിടെ നിൽക്കും. ഈ നനവ് ഉണ്ടെങ്കിൽ ഡാംപ്നെസ് ഉള്ള എല്ലാ ഏരിയാസിലും ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ കൃത്യമായിട്ട് മുടി കളയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കില്ല. അതേപോലെ നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ കൊണ്ടോ അവിടെ വൈപ്പ് ചെയ്തിട്ട്, അതായത് അവിടെ ഒന്ന് ഒപ്പി അവിടുത്തെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അണ്ടർവെയർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർവെയർ ആയാലും കോട്ടൺ നിർമ്മിതമായിരിക്കണം, കംപ്ലീറ്റ്ലി കോട്ടൺ നിർമ്മിതമായിരിക്കണം. അതേപോലെ തന്നെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള അണ്ടർവെയർസ് മാത്രം, അല്ലെങ്കിൽ ഡാർക്ക് കളറൊക്കെ ആണെങ്കിൽ അവിടെ ഈർപ്പം നിലനിൽക്കും, ചൂട് നിലനിൽക്കും. അപ്പോൾ പിന്നെയും ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ, അടിഭാഗത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് മാത്രമേ വൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഒരിക്കലും നമ്മൾ വൈപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാതിരിക്കും. അതേപോലെ തന്നെ ആ ഭാഗത്ത് കറുപ്പ് നിറം വരാതിരിക്കാനായിട്ടും സഹായിക്കും. എപ്പോഴും നമ്മൾ അവിടെ ഡ്രൈ ആക്കി വെക്കും. പിന്നെ മേഡം വൈറ്റ് ഡിസ്ചാർജസ് വരും സ്ത്രീകൾ, അപ്പം അതിനെക്കുറിച്ച്
വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞ പല രീതിയിലുണ്ട്. ഒന്ന് എന്താ വെച്ചാൽ നാച്ചുറലി ഉണ്ടാവുന്ന ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട്. നാച്ചുറലി ഉണ്ടാവുന്ന വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ്റെ ടൈമിലൊക്കെ കാണാവുന്നതാണ്, അല്ലെങ്കിൽ മെൻസസിന് തൊട്ട് മുമ്പ് ജസ്റ്റ് ഒരു 1-2 ദിവസം കാണുന്നതാണ്. അത് നോർമലാണ്, നാച്ചുറലാണ്, അത് കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ അതിന് കളറും ഉണ്ടാവില്ല, അത് വെള്ളത്തിൻ്റെ കളറായിരിക്കും, അതായത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ആ ഒരു വൈറ്റ് ഡിസ്ചാർജ്. പക്ഷെ നമുക്ക് ഇൻഫെക്ഷൻ ഉള്ള വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അതൊന്നില്ലെങ്കിൽ കേർഡി വൈറ്റ്, അല്ലെങ്കിൽ തൈരിൻ്റെ വെള്ള പോലെ, അല്ലെങ്കിൽ യെല്ലോ കളർ കാണാം, അല്ലെങ്കിൽ ഗ്രീനിഷ് കളറിൽ കാണാം. ഈ കേർഡി വൈറ്റ് ആയിട്ട് കാണാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ മൂത്രദ്വാരത്തിൻ്റെ തൊട്ട് താഴെയാണ് വെജൈനയുടെ ദ്വാരം ഇരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ വരുന്ന അണുക്കൾ, അല്ലെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന അണുക്കൾ ഉണ്ടല്ലോ, ഇത് ചിലപ്പോൾ താഴോട്ട് വെജൈനയിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുന്നതും ഒരു കാരണം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ കേർഡി വൈറ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിനും ആയുർവേദത്തിൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അണ്ടർവെയർ യൂസ് ചെയ്യുമ്പോൾ കോട്ടൺ നിർമ്മിതമായിരിക്കണം, അല്ലെങ്കിൽ ലൈറ്റ് കളേർഡ് ആയിരിക്കണം. പിന്നെ എപ്പോഴും ഡ്രൈനെസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് വെറ്റ് ആവരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ യൂറിനേറ്റ് ചെയ്യണം, ഒരു 6 to 7 times മാക്സിമം യൂറിനേറ്റ് ചെയ്യണം. 2 to 3 liters ഓഫ് വെള്ളം കുടിക്കണം. ഇതൊക്കെ ഈ വൈറ്റ് ഡിസ്ചാർജ് ആയാലും നമുക്ക് അത് ചെയ്യേണ്ടതാണ്. പിന്നെ പിന്നെ കുറച്ചും കൂടി സിവിയർ ആവുകയാണെങ്കിലാണ് യെല്ലോ ഡിസ്ചാർജും ഗ്രീൻ ഡിസ്ചാർജൊക്കെ വരിക. അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇച്ചിങ് കാണും, അതായത് ചൊറിച്ചിലുണ്ടാവും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം കണ്ടീഷൻസ് വരുമ്പോൾ ഒരിക്കലും ഉപ്പുവെള്ളം കൊണ്ട് കഴുകരുത്. അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ഉപ്പുവെള്ളം യൂസ് ചെയ്യരുത്. പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും, നല്ല മഞ്ഞളായിരിക്കണം, പച്ചമഞ്ഞൾ എന്നൊക്കെ പറയില്ലേ, പച്ചമഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയിട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം അരിച്ചെടുത്തിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അടിഭാഗത്ത് കഴുകാവുന്നതാണ്. പിന്നെ അധികമായിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യരുത്, താഴെ സോപ്പ് യൂസ് ചെയ്ത് ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകിയാൽ തന്നെ അവിടെ വൃത്തിയാവും. ആ വൃത്തി മതി നമ്മൾക്ക്, പിന്നെ സ്മെല്ലോ കാര്യങ്ങളോ വരില്ല. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു മാഡം.